അപ്പൊ ഇന്നാണ് നമ്മുടെ പെരുന്നാൾ വരുന്നത്. അപ്പോ എല്ലാവർക്കും ഈദ് മുബാറക്ക്. അപ്പോ എല്ലാരും റീലുണ്ട്, ഈ വീഡിയോ ഉണ്ട്, എല്ലാരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യുക. ഇപ്പൊ നമ്മ ഇക്കാടെ വീട്ടിലേക്കാണ് പോകുന്നത്. അതായത് എന്റെ ഇക്ക ദുബായിന്ന് വന്നിട്ടുണ്ടായിരുന്നു. സ്വന്തം ഇക്കല്ല, കസിൻ ഇക്കാണ്. അപ്പോ ആ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മ ആ ഇക്കാടെ വീട്ടിലേക്ക് പോകാണ് ഗൈസ്. അപ്പോ ഞങ്ങളിപ്പോ അത് കഴിഞ്ഞിട്ട് കുഞ്ഞിപ്പാടെ വീട്ടിൽ പോകണം. അവിടെ അവരെ മക്കളൊക്കെ ഉണ്ട്. അപ്പൊ അവരെ എടുക്കണം. അപ്പൊ അവരൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ആരും മുഖം കാണിക്കുമെന്നറിയില്ല. കാണിക്കോ? കണ്ട അങ്ങനെയൊക്കെയാണ് ഗൈസ്. നമ്മുടെ ഇക്കപ്പോ വരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം ഗൈസ് ആരാണ്. ഇതാണ് ഗൈസ് നമ്മുടെ ഇക്ക വരുന്നത്. കണ്ടില്ല ഗൈസ്, അടിപൊളിയാണ്. അവര് പള്ളിക്ക് പോയിട്ട് നേരെ ഇനി വാപ്പാടെ വീട്ടിൽ പോണം ഗൈസ്. അപ്പൊ നമ്മൾ പോകട്ടെ ഗൈസ്. അപ്പൊ നമ്മ കാറിലെത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാരും ഉണ്ട് ഗൈസ്. ഇതാണ് സുശീല, ഇതാണ് നമ്മുടെ കുറി വരുന്നത്. മുഖം കാണിക്കാൻ മനസ്സിലാണ്. ഇതാണ് നമ്മുടെ മൂത്താപ്പ് വരുന്നത്. കണ്ടില്ലേ ഗൈസ്, ഇച്ചിരി കൂളാണ് ഇങ്ങേരി. ഇതാണ് ആഷിമോന്റെ മുഖം കാണിക്കില്ല എന്നാണ് പറയുന്നത്. നമ്മ എപ്പോഴും കാണിച്ചല്ലേ ഗൈസ്. അനിക്ക അങ്ങനെ ഒന്നുമില്ല ഗൈസ്, അനിക്കണ്ടില്ല ഗൈസ്. ഇതാണ് നമ്മുടെ അനിക്ക, ഇതാണ് നമ്മുടെ സുശീല ഗൈസ്. അപ്പൊ നമ്മ പള്ളിയിൽ പോകാണ് ഗൈസ്. അപ്പൊ പള്ളിയിൽ എത്തിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മളിപ്പോ പള്ളിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പള്ളിയിൽ ഇപ്പൊ എത്താറിട്ടുണ്ട്. നമ്മ പള്ളിയിലൊന്നും വീഡിയോ എടുക്കണില്ല. കാരണം പള്ളിയിൽ വെച്ചുണ്ടാക്കാണ് വെച്ചാൽ കത്തി വന്ന് എന്റെ തലക്കടിക്കും ഗൈസ്. അതുകൊണ്ട് ഞാൻ പള്ളിയിലത്തെ വീഡിയോ ഒന്നും ഒച്ചെടുക്കാനൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പോയിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കാണാം ഗൈസ്. അപ്പൊ എല്ലാവർക്കും ഇതും പറക്കാം ഗൈസ്. ഇതാണ് ടയ ഗൈസ്. ഇവനുണ്ടല്ലേ എന്റെ വീഡിയോ ഇട്ട ടൈമിലൊക്കെ ഇവന് 2 തൊട്ടൊക്കെ ഇന്ന് കാണുന്ന പറയണത്. അപ്പൊ ഇവനൊന്ന് കാണിക്കാന്ന് വെച്ചു ഗൈസ്. ഇതാണ് ഗൈസ് ടയ. നല്ല മഴ വരാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾ വേഗം തെറിക്കാണ് ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മളിപ്പോ പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് പെരുന്നാൾ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരുന്നത്? എനിക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്നത് ഫുഡ്, അതുപോലെ തന്നെ ഡ്രസ്സ് എടുക്കല്, അങ്ങനത്തെ തിന്നാന്നുള്ള വിചാരമൊക്കെ തന്നെ ഉള്ളു ഗൈസ്. അപ്പോ അതൊക്കെയാണ് എനിക്ക് ഓർമ്മയുള്ളത്. നിങ്ങൾക്ക് ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടാ. അപ്പൊ അനിക്കാട് ചോദിക്കാം നിങ്ങൾക്ക് ഗൈസ്. അനിക്ക അങ്ങോട്ട് നോക്കാനിക്ക. കണ്ടില്ലേ ഗൈസ്, ഇപ്പൊ അനിക്ക മാറി തുടങ്ങി. എന്താന്ന് പറയാ അനിക്ക? എന്താണ് നിങ്ങക്ക് പെരുന്നാൾ എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ഫസ്റ്റ്? എനിക്കെന്താ ഓർമ്മ വരുന്നത്? ഓർമ്മയില്ല. ആഷിക്ക് എന്താണ് ഓർമ്മ? മൂത്താപ്പ എന്താ പറയണേ? അതൊക്കെ തന്നെ ഉള്ളു. ഓക്കെ നല്ലത്. ഇവിടെ എന്ത് വരുന്നത്? ഇവിടെ പള്ളി പോയി കഴിഞ്ഞാ സാപ്പാടും കഴിഞ്ഞാൽ അങ്ങനെ പോയത്. അവിടെ ചേരി കിടന്ന് ഉറങ്ങാം. വീട്ടിനാട്ടി വിളിക്കുക, അവരുറങ്ങും. ഹലോ, അസ്സലാമലൈക്കും. എന്താണ് ഷബീർ ഗൾഫിൽ തന്നെ പോകും? പിന്നെ അവിടെ 2 ദിവസം പോയത്. പെരുന്നാളുണ്ടായില്ലേ? ഞാനാണ് ഗൈസ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ തന്നെ എന്നെ കുറിച്ച് പറയാം. നേരെ പള്ളി കയറാം. പിന്നെ ഒരു 7:50 നിസ്കാരം തുടങ്ങും. നിസ്കരിച്ചിട്ട് പോകും. കണ്ടില്ലേ ഗൈസ്, അതാണ് ഗൾഫിലത്തെ ഒരു നല്ല ഇത്. നല്ലതാണ്. നിസ്കരിച്ചിട്ടാണല്ലോ അവിടെ ഫുഡ് അടിക്കുക. പിന്നെ ഒരു വട്ടം ഞാൻ ഈ നിസ്കരിച്ചതിന് ശേഷം മാർക്കറ്റിൽ പോയപ്പോൾ വാപ്പാനും നൈസായിട്ട് കുറച്ച് പൈസ കൊണ്ട് പിടിച്ചു ഗൈസ്. അതാണ് അവിടെ നിന്നുണ്ടായിരുന്നത്. കുറച്ച് പൈസ, അധികമൊന്നുമില്ല, ഒരു 100 റിയാലി. സോറി ഗൈസ്, ഇത്ര നേരം സംസാരിച്ചൊന്നും കണ്ടില്ല എന്ന് മനസ്സിലായി. പിന്നെ ഒന്നുകൂടിയും പറയാം. എനിക്ക് പറയാൻ വയ്യ ഗൈസ്, മറന്നുപോയി ഗൈസ്. ഒക്കെ മറന്നുപോയി. അപ്പൊ ഇപ്പൊ തറവാട്ടിൽ എത്താറിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫാൻസുകളൊക്കെ കാണുന്നതൊക്കെ. ഇതൊക്കെ നമ്മുടെ ഫാൻസുകളാണ്. എനിക്കൊക്കെ നമ്മുടെ ബിഗ് സബ്സ്ക്രൈബേഴ്സ് ആണ്. അല്ല എനിക്ക് ഇവർക്കൊന്നും ഓർമ്മ വരുന്നില്ല എന്ന് പറയുന്നത്. മൂത്താപ്പ പറഞ്ഞത് കേട്ടില്ലേ ഗൈസ്? ഇവർക്ക് ആർക്കും ഒന്നും ഇല്ല ഗൈസ്. ഇവർക്ക് ആർക്കും ഫസ്റ്റ് ഒന്നും ഓർമ്മയില്ല. പെരുന്നാളാന്ന് മാത്രമേ ഇവർക്കുള്ളൂ ഗൈസ്. അല്ല നിങ്ങൾക്കെല്ലാം പഴയ ഫ്രണ്ട്സിന്റെ ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ട് ഗൈസ്. ഞാൻ കൊടുക്കാം.
പഴയ ഫ്രണ്ട്സിനെ കാണാൻ പറ്റും. പഴയ ഫ്രണ്ട്സിനെയൊക്കെ അത്ര ഉണ്ട്, വേറൊന്നുമില്ല. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ കുറെ പേര് തലകൂടിയാണ്. ഇവർക്ക് ആർക്കൊന്നും പറയാനില്ല. അവനക്ക് ഇനി തറവാട്ടിലെത്തിയിരിക്കണം. സ്വർണ്ണയ്ക്ക് മഴ പെയ്തിട്ടുണ്ട്. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് കുറച്ചേരം കഴിഞ്ഞപ്പോഴും മഴ തുടങ്ങിയിട്ടുണ്ട്. അനിക്ക പറയുന്നുണ്ടല്ല മാരുതി ഇല്ല എന്നാണ് പറയുന്നത്. മറ്റേ ഷിഫ്റ്റിന്റെ മാരുതി ഇല്ലേ ഗൈസ്, അതല്ലാന്ന് പറയണം. മാരുതി എന്തുട്ടാണ് പറഞ്ഞേ? എന്തുട്ടാണ് മരുതിയാ? മരുതിയാ? മാധുരി ഗൈസ്, മാധുരി എന്നാണ് പറയുന്നത്. മാധുരി എന്നല്ല പറയണം, മരുതി എന്നാണ് പറയുന്നത് ഗൈസ്. അനിക്ക് അങ്ങനെയാണ് പറയുന്നത് ഗൈസ്. നിങ്ങൾ മാധുരി നിങ്ങൾ കമന്റ് ചെയ്യട്ടെ ഗൈസ്. സുസ്കി, ഇവിടെ ഒരാള് സുസ്കി ഗൈസ്. സുസ്കി, ഇതാണ് നമ്മുടെ ബഷീർ മൂത്താപ്പ. ഇതാണ് ഇവിടെ നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ ബഷീർ മൂത്താപ്പ എന്ന് വിളിക്കല്. കണ്ടില്ലേ ഗൈസ്? ഗൈസ് ആ വണ്ടി ഒന്നും ചെളിയിലൊക്കെ ഇറക്കാൻ ഭയങ്കര മടിയാണ്. ബൈ ബൈ ഗൈസ്. ഇതാണ് നമ്മുടെ ഫാമിലി. ഗൈസ് കണ്ടില്ലേ ഗൈസ്? മാരുതി ഇല്ലേ ഗൈസ്, മറ്റേ ഷിഫ്റ്റിന്റെ മാരുതി. അതിന് ഗൈസ് എന്തായാലും കൈകോട്ടെ, അതിന് പറയുന്നതാണ് മരുതി. മാധുരി മാരുതിയാണ് ഗൈസ്. മരുതിയാണോ നിങ്ങൾ കമന്റ് ചെയ്യട്ടെ ഗൈസ്. ഓക്കെ. പിന്നെ ഇവിടെ ഒരാൾ പറയുന്നത് ശുഷ്കിയാണ് ഇവിടെ പറയുന്നത്. ഷിഫ്റ്റിന് ശുഷ്കി എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ അതൊക്കെ കമന്റ് ചെയ്യുക ഗൈസ്, എങ്ങനെയാന്ന് അവസ്ഥ. ഇതാണ് നമ്മുടെ തറവാട് വരുന്നത്. അവിടെ കേറി പോകുന്നതിന്റെ കുഞ്ഞിപ്പാണ് ഗൈസ്. കണ്ടില്ലേ ഗൈസ്? ഗൈസ് ഇതാണ് ആശി ഗൈസ്. ഇതാണ് നമ്മുടെ നല്ലുമ്മ ഗൈസ്. കണ്ടില്ലേ ഗൈസ്? അവിടെ ഇരിക്കണ്ടില്ലേ ഗൈസ്? അതാണ് നമ്മുടെ നല്ലുമ്മ. ഹലോ നല്ലുമ്മ, എന്താണ് നോമ്പ് വരുമ്പോള് പെരുന്നാൾ വരുമ്പോള് നല്ലുമ്മക്ക് ഫസ്റ്റ് തോന്നുന്ന എന്താ കാര്യം? അത് പറ ഗൈസ്. അവിടെ ഈദ് മുബാറക്ക് പറഞ്ഞോണ്ടിരിക്കണം. സോറി ഗൈസ്, ഈദ് മുബാറക്ക് പറയാൻ പറ്റില്ല. ഈദ് മുബാറക്ക് ഗൈസ്. ഞാൻ ഒരു ഉമ്മക്ക് കൊടുത്ത് സമ്മാനിച്ചിട്ടുണ്ട്. കണ്ടില്ലേ ഗൈസ്? നല്ലുമ്മ പെരുന്നാളെ നമ്മടല്ല നല്ലുമ്മക്ക് ആദ്യം ഓർമ്മയുടെ കാര്യം കിട്ടുക. ഓർമ്മയുടെ കാര്യം ഇല്ല, ഫുഡ് കഴിക്കല, ഡ്രസ് എടുക്കല, അങ്ങനത്തെ വല്ലാണോ? പെരുന്നാൾ വല്ലുമ്മക്ക് ആദ്യം ഓർമ്മ വരുന്നുട്ടാ? ഒന്നും ഓർമ്മയില്ലേ? നല്ലുമ്മ പറയുന്നത് ഒന്നുമില്ല എന്നാണ്. അപ്പൊ ഞങ്ങൾക്ക് അടുത്തൽക്കാരോടൊക്കെ ചോദിക്കാം. ഒന്നും മിണ്ടില്ല ഗൈസ്, ഒഴിഞ്ഞു പോയി. പെരുന്നാള് വരുമ്പോൾ ഫസ്റ്റ് ഓർമ്മ വരുന്നത് ഇതും പാർക്കാണ്. വേറെ ഓർമ്മയില്ല. ഫുഡ് കഴിക്കണമെന്ന് ഓർമ്മയില്ല. എന്താണ് ഉണ്ട് ഗൈസ്. അപ്പൊ അത് ഓർമ്മയിലുണ്ട്. നമുക്ക് ആ പുറത്തെല്ലാം ചോദിക്കാം. അതെ അവിടെ ഒരാളുണ്ട് നമുക്ക്. ഇതും പാർക്ക് പെരുന്നാൾ വരുമ്പോ ഫസ്റ്റ് ഓർമ്മ സംഭവം കിട്ടിയ ഫസ്റ്റ് വരുന്ന സംഭവം. ഫസ്റ്റ് വരുന്നത് മൈലാഞ്ചി തിന്നത്, ബിരിയാണി തിന്നണത്, ഇതൊക്കെ തന്നെ. കണ്ടില്ലേ ഗൈസ്? അപ്പൊ അത് കഴിഞ്ഞു. പെരുന്നാള് വരുമ്പോ നമ്മള് എല്ലാവരും ബന്ധക്കാരൊക്കെ വിളിക്കും. അവരായിട്ട് കളിയിലൊക്കെ പോയി അതിന് ശേഷമൊക്കെ ഒരു മുലാത്തൊക്കെ ചെയ്ത ശേഷം വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് സന്തോഷമൊക്കെ എല്ലാവരും പിന്നെ അതാണ് ഗൈസ് ഇവരൊക്കെ. ഇത് നമുക്ക് ഇത് അർത്ഥം നമ്മുടെ ചക്കുരു നല്ലുമ്മ കണ്ടില്ലേ? തക്കുടു നല്ലുമ്മ എന്ന് പറയും. കണ്ടില്ലേ ഗൈസ്? എന്തൊരു ക്യൂട്ടാണ് നോക്കൂ ഗൈസ്. ഇങ്ങനെ ക്യൂട്ട് കണ്ടില്ലേ ഗൈസ്? നല്ല പാവ നല്ലുമാണ് ഗൈസ്. നമ്മുടെ ഭയങ്കര നല്ല ഇതാണ് കണ്ടില്ലേ ഗൈസ്? ഒരു കണ്ടില്ലേ ഗൈസ്? അത് കാക്കാണ്. കണ്ടില്ലേ ഗൈസ്? ഇൻവെർട്ടർ അതൊക്കെ ഇൻവെർട്ടറാണ്. ഇൻവെർട്ടറാണ് ഗൈസ് അവിടെ ഉള്ള. ഇതാണ് നമ്മുടെ
വരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ചക്കര ടയ ഉണ്ടല്ലേ ഗൈസ്. എന്റെ വീഡിയോ കണ്ടില്ലേ 2-3 വട്ടൊക്കെ ഇരുന്ന് ഒരു വീഡിയോ ഇരുന്ന് കാണുന്നൊക്കെ പറയുന്നത് നമ്മുടെ ബിഗ് ഫാൻ ആണ് അല്ലേ ടയ? കണ്ടില്ലേ ഗൈസ്? ഒന്നും കഴിച്ചിട്ടുണ്ടല്ലേ ഗൈസ്? അപ്പൊ നമുക്ക് ഇത് കഴിക്കാം ഗൈസ്. നായിപ്പൂവൻ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കണേ. നല്ല രസമുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, കഴിക്കാൻ രസമുണ്ട്, നല്ല ടേസ്റ്റാണ്. പക്ഷെ തൊണ്ട നിറഞ്ഞില്ല ഗൈസ്. പക്ഷെ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ചുള്ളൂ സാധനം ഉണ്ടാ. ഇതാണ് മലപ്പഴം നമ്മൾ തീർത്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെന്നറിയില്ല, നമ്മൾ ഭയങ്കര പാവാണ്. ഈ നമ്മുടെ അമ്മായി കാണിച്ചില്ലേ ഗൈസ്? ഇതാണ് നമ്മുടെ അമ്മായി എന്നത്. അതൊന്നും കുഴപ്പമില്ല. പെരുന്നാൾ വരുമ്പോൾ ഫസ്റ്റ് ഓർമ്മയുടെ കാര്യം തൊട്ട് അതാണ് ഗൈസ് അമ്മായിക്ക് ഓർമ്മ. ഇതാണ് അമ്മായി പറയുന്നത്. ബാക്കിയുടെ എല്ലാവരും ഇരിക്കാണ്, ഇവിടെ എല്ലാവരും ഇരിക്കാണ് ഗൈസ്. അല്ല പെരുന്നാൾ വരുമ്പോ ഫസ്റ്റ് ഓർമ്മയുടെ കാര്യം എനിക്കൊന്നും ഓർമ്മയില്ല. കുട്ടികൾക്ക് പൈസ കൊടുക്കണം. അമ്മായി പറഞ്ഞു ഗൈസ് തെക്ക് വരില്ല, പിന്നെ ഈരുമ്പാക്ക് അറിയാം. അതൊക്കെയാണ് അമ്മായിക്ക് ഓർമ്മയുടെ കാര്യങ്ങള്. ഇനി നമുക്ക് വേറൊരാളുണ്ട് ചോദിക്കാൻ. സുഷി ഫസ്റ്റ് ഓർമ്മയുടെ കാര്യം എന്താന്ന് പറ. ഫുഡ് കഴിക്കില്ല, ഡ്രസ് എടുക്കില്ല. ഫസ്റ്റ് പെരുന്നാള് വരുമ്പോ ഫസ്റ്റ് ഓർമ്മയുടെ കാര്യം എന്തൊക്കെയാ ഗൈസ്? ഒന്നുകൂടിയും പറയണം, റെക്കോർഡ് ഉണ്ടായിരുന്നില്ല. പറ. പെരുന്നാൾ വരുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ഞാൻ പറഞ്ഞില്ലേ, ചെറുപ്പത്തിലെ കാര്യങ്ങൾ ഓർമ്മ വരില്ല. മൈലാഞ്ചി ഇടുന്നതും പിന്നെ ഉമ്മച്ചിന്റെ വീട്ടിൽ പോണതും ബിരിയാണി തിന്നണതും അങ്ങനെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. വേറെ ഒന്നുമില്ല. വേറെ ഇപ്പൊ പിന്നെ ഇവരുടെയൊക്കെ ഡ്രസ് എടുക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഗൈസ് ഇതൊക്കെയാണ് അവസ്ഥ. കൊടുത്ത് ഇവിടെ ചെമ്മീനാണ്ട് പൊരിക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ ചക്ക ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഓടുന്നുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ നാട്ടിലത്തെ പുതിയ ജെറ്റ് ഇറങ്ങിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ നോക്കിയോ S24 Ultra. ഇതാണ് നമ്മുടെ എന്താന്ന് അറിയാൻ പറ്റില്ല, ഇസ്തിരി പെട്ടി. ഇതൊക്കെയാണ് എടുത്തത്. അത്തൽക്കാരൊന്നും ഇവിടെ വേറെ ആരുമില്ല, ഞാൻ തന്നെ ഉള്ളൂ. ഞാൻ പറയാം, എനിക്ക് ഫുഡ് കഴിക്കല്, ഡ്രസ് എടുക്കല്, അതാണ് നമ്മുടെ കള്ളക്കാക്കാന്ന് പറയുന്നത്. ഇങ്ങോട്ട് വാ ഗൈസ്, ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ ഗൈസ്? മ്യാവ് മ്യാവ് എന്ന് മാത്രം പറയുന്നുള്ള ഇവര് കാണാത്. കണ്ടില്ലേ ഗൈസ്? അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങള്. ഇനി ഞങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് കാണാം ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മ ഇനി ഫുഡ് കഴിക്കാനുള്ള ചടങ്ങിലേക്ക് പോകുകയാണ്. നമ്മ മന്തിയാണ് ഗൈസ് നമ്മൾ ഉമ്മയോട് ഉണ്ടാക്കുന്നത്. ഇത്തട മയോണിസ് അടിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് പോയി കാണിച്ചു തരാം ഗൈസ്. ഗൈസ് അങ്ങനെ മയോണിസ് അടിക്കാൻ പോവാണ്. നമ്മുടെ ഇത്തയാണ് മയോണിസ് അടിക്കുന്നത്. ഇന്ന് രാത്രി ഒരു ചലഞ്ചും വീഡിയോ ഉണ്ടാവും. മുട്ടൊക്കെ ഉണ്ടാവും ഗൈസ്. അവിടെ മയോണിസ് അടിയാണ്. നമുക്ക് ഇനി മന്തി നോക്കിയിട്ടില്ല ഗൈസ്. ഓ ഗൈസ്, ഇതിന്റെ മേലെ കുറെ പാത്രങ്ങളൊക്കെ ഇരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് എന്തായാലും നോക്കാൻ പറ്റില്ല. എനിക്കിത് തുറക്കാൻ നേരത്തെ ഞങ്ങൾക്ക് ഇതാക്കാം. ഇപ്പൊ എനിക്കിതൊന്നും എടുക്കാൻ പറ്റില്ല ഗൈസ്. ഗൈസ് അങ്ങനെ മന്തിച്ചമ്പ കൊണ്ട് കൊണ്ടിച്ചിട്ടുണ്ട് ഗൈസ്. ഇതാണ് മന്തിച്ചമ്പ്. കണ്ടില്ലേ ഗൈസ്? അടിയിലാണ് സംഭവമൊക്കെ. അതിന്റെ മേലെ അതിന്റെ സിറപ്പല്ലേ ഗൈസ്, അതൊക്കെ ഒഴിച്ചു. അവിടെ മയോണസ് അടിക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ ഞാൻ കുറച്ചുകൂടെ കണ്ടില്ലേ ഗൈസ്? അടിന്നൊക്കെ ചിക്കൻ പോരുന്നുണ്ട് അല്ലേ ഗൈസ്? അടിന്നൊക്കെ നല്ല ചിക്കൻ ഇവിടെ പോരുന്നുണ്ട്. നല്ല വേണുണ്ട് ഗൈസ്. ഇതെന്താ പോരാത്ത അടിന്ന് കുഴക്കാണിപ്പോ. നമ്മിത് മന്തിയൊക്കെ കഴിക്കാൻ നേരത്ത് കാണാം. കണ്ടിട്ട് കൊതി വരുന്നുണ്ട് ഗൈസ്. അങ്ങനെ ദം കൊണ്ട് പൊടിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം ബിരിയാണി ഒക്കെ കൊണ്ട് ഇടാണ് ഗൈസ്. ഇവിടെ ഇത്ത മയോണിസ് ഒക്കെ അടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ ഗൈസ്? നല്ല കുരുമുളകൊക്കെ ഇട്ടിട്ടുണ്ട്. സോറി, ഇതിനൊക്കെ അടിച്ചിട്ടുണ്ട് ഗൈസ്. അടുത്ത സെറ്റ് ഇടാണ് ഗൈസ്. 2 മുട്ട കൊണ്ട് പൊടിച്ചിട്ടിട്ടുണ്ട്.
ഗൈസ് മയോണീസ് എടുക്കാണ് അമ്മ. ഇതാണ് നമ്മുടെ മയോണീസ്. ഇനി അടിക്കുന്നുണ്ട് ഗൈസ്, ഇനി അടിക്കും. കണ്ടില്ല ഗൈസ്, കണ്ട നോണ അടക്കാൻ കൊണ്ട് കൈ വീശിട്ട് അടക്കാനും പറഞ്ഞോടാ. ഇതാണ് മയോണീസ്. നമ്മ കുരുമുളക് എടുത്തിട്ടാണ് കഴിക്കല് ഗൈസ്. അങ്ങനെ അമ്മ മന്തിയൊക്കെ പാത്രത്തിലിട്ടുണ്ട്. അതൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ആക്രാന്താരൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ കണ്ടില്ല ഗൈസ്, ചിക്കൻ പീസൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് നമ്മൾ കഴിക്കുക. നല്ല രസമുണ്ട്. എല്ലാവരും കഴിക്കുകയാണ്. അങ്ങനെ ഗൈസ് ഇപ്പോൾ വൈമാളിലാണ്. നമ്മൾ വൈമാളിൽ ഒരു ചെറിയ പർച്ചേസിനായിട്ട് വന്നതാണ്. ഇവിടെ നല്ല തിരക്ക് ഒച്ചയൊക്കെ വിളിയേക്കാണ് ഗൈസ്. അപ്പോൾ നമ്മ ഇനി തറവാട്ടിക്കാണ് പോകാൻ പോകുന്നത് ഗൈസ്. നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് മാങ്ങ കുക്കിംഗ് ആണ്. നമ്മൾ കഷ്ടപ്പെട്ടാണ് ഗൈസ് ഈ മാങ്ങ നമ്മൾ പൊട്ടിച്ചിരിക്കുന്നത്. എങ്ങനെ പൊട്ടിച്ചെന്നറിയോ ഗൈസ്? നമ്മുടെ സൂഷി, നമ്മുടെ ചെറുക്കനാണ് പൊട്ടിച്ചത് ഗൈസ്. ഇവനെന്ത്, ഞാൻ ആദ്യം പോയിട്ട് മോപ്പ് എടുത്തോണ്ട് ഗൈസ്. തോട്ടിൽ മോപ്പ് എടുത്തോന്ന് മോപ്പ് എടുത്തോട്ട് ഇവനെറിഞ്ഞു ഗൈസ്. ഇവനെറിഞ്ഞിട്ട് അത് മറ്റേ മാങ്ങയുടെ ചില്ലേമ്മില്ലേ അതുമ്മ പോയിരുന്നു. എന്നിട്ട് അതറിയാൻ വേണ്ടിയിട്ട് പൊന്തിക്കൽ കഴിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്ത് ഞാനറിയാതെ അവൻ്റെ കയ്യിൽ നിന്ന് സിപ്പായി ഞാൻ വീണ് ഗൈസ്. അങ്ങനെയാണ് ഒരു മാങ്ങയുടെ കഥ തന്നെ ഉണ്ട് ഗൈസ്. നല്ല ചെറിയ മാങ്ങാണ്. ഇതിന് വേണ്ടിയിട്ടാണ് എൻ്റെ പ്രാന്തിനാണ് മോപ്പിനുണ്ട്. ലാസ്റ്റ് ബോൾ എടുത്തെറിഞ്ഞാലേ ഞാൻ ചോദിച്ചു. അപ്പോൾ ലാസ്റ്റ് പിന്നെയാണ് പറയുക ബോൾ എടുത്തന്നെ പോലെ. അങ്ങനെ ബോൾ എടുത്തിട്ടാണ് ഞങ്ങൾ മോപ്പും ഈ മാങ്ങ എടുത്തത്. മോപ്പ് അവിടെ ബാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് ഗൈസ്. ഇവിടേക്ക് മാങ്ങ കുക്കിംഗ് ചെയ്യാം ഗൈസ്. ഗൈസ് അങ്ങനെ മാങ്ങ കട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ മാങ്ങ കട്ട് ചെയ്തിട്ട്. കണ്ടില്ലേ ഗൈസ്, മാങ്ങ നല്ല കട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടില്ല ഗൈസ്, നമ്മൾ മാങ്ങ നല്ലോണം കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മാങ്ങ ഗൈസ്. കളിച്ചിട്ടാണ് വരുന്നത്, അതുകൊണ്ടാണ് മുടിയൊന്നും ഭംഗിയില്ലാത്തത് ഗൈസ്. ഗൈസ് അപ്പോൾ ഞാൻ അമ്മായി എതിർത്തോണ്ടിരിക്കണം ഗൈസ്. മിളക് ഇട്ടിട്ടുണ്ട്. ഇനി ഉപ്പിടാൻ ലോഡിങ് ആണ്. അമ്മായി കുറച്ചുകൂടി ഇടും മിളക്, ഇത്ര പോരാ. ഇല്ലില്ല, എരിവല്ല വേണ്ടത്. ഇത് വേണം ഗൈസ്. ഇവിടെ എടുത്ത മുറിക്കുന്നുണ്ട് കണ്ടില്ലേ ഗൈസ്. തയ്യാ ഈ മാങ്ങ അടിച്ചു നോക്കി ഗൈസ്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കാണ്. അതിന് മുമ്പ് ഈ മാങ്ങ വെച്ചിട്ട് പറയാം ഗൈസ്. വേഗട് ഇതൊന്നും ഇട്ടേ, ഉപ്പിട്ട് വേഗം ഉപ്പിട്ടാ മതി. എനിക്ക് പറ്റുന്നുണ്ട് പോവാനാ, ടൈമില്ല പോണ്. അമ്മയ ഉപ്പിട്ടോ തന്നാ മതി ഇത്. അതെ പോവാ, അറിയിക്കോ ഞാൻ ഗൈസ്. വെളിച്ചെണ്ണയുടെ കാശില്ല ഗൈസ്, നേരില്ലാത്തോണ്ടാണ്. ഓക്കെ സെറ്റ് ഗൈസ്. കണ്ടില്ലേ ഗൈസ്, പോട്ടമ്മാ ഗൈസ്. നമ്മപ്പോ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ വേഗം പോയി കുളിച്ച് ഗൈസ്. വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വേഗം അങ്ങോട്ട് പോയി കുളിച്ച്. ഇനിയിപ്പോൾ വേറെ പരിപാടി ഒന്നുമില്ല, നേരെ ഉറക്കാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.